നമസ്കാരം. ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ക്ഷേത്രം, ഈ ഒരു വാക്കിന് എത്ര വലിയ അർത്ഥതലങ്ങളാണുള്ളതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ അലച്ചിലുകൾക്കിടയിൽ സ്വയം ഒന്ന് മറക്കാൻ, തന്നിലെ തന്നെ, അതായത് നമ്മളിലെ തന്നെ അദൃശ്യമായ ആ ചൈതന്യത്തെ ഒന്ന് തൊട്ടുണർത്താൻ നമ്മൾ കണ്ടെത്തേണ്ട അല്ലെങ്കിൽ കണ്ടെത്തുന്നതായ ഒരിടം, അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സമയത്ത് മഹാസന്നിധിയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ എത്രത്തോളം ഭക്തിയോടെയാണോ അതോ എത്രത്തോളം ആദരവോടെയാണോ നമ്മൾ പെരുമാറുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്നത് വല്ലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും അതൊരു കടമ തീർക്കൽ മാത്രമായി ഒതുങ്ങി പോകുന്നുണ്ടോ എന്നത് ഇനിയെങ്കിലും നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോകുന്നതായ ചില തെറ്റുകൾ നമ്മുടെ ഈ തീർത്ഥാടനത്തിനെ വെറും അർത്ഥശൂന്യമാക്കി മാറ്റാറുണ്ട്. ക്ഷേത്ര ദർശനങ്ങൾ അല്ലെങ്കിൽ പൊങ്കാലകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്താൽ അതിന്റെ ഫലം പൂർണ്ണമായി നമുക്ക് കിട്ടാതെ പോകാനും സാധ്യതയുണ്ട്. ക്ഷേത്രദർശനം ഒരു ലഹരിയായി, ഒരു ശാന്തിയായി മാറാതിരിക്കാൻ കാരണങ്ങൾ നമ്മുടെ തന്നെ പെരുമാറ്റ രീതികളിൽ നിന്ന് വന്നു ചേരുന്നുണ്ട്. പലപ്പോഴും പല തെറ്റുകളും ഓരോ ക്ഷേത്രദർശനം നടത്തുമ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോകാറുണ്ട്. ചില അറിവില്ലായ്മകൾ കൊണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് എത്ര മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ ഫലങ്ങൾ ലഭിക്കാതെയും പോകുന്നത്. ക്ഷേത്രത്തിന്റെ പടി കയറുമ്പോൾ തന്നെ ഒരു ശ്രദ്ധ നമ്മൾ പുലർത്തി ഇനി മുന്നോട്ട് പോകാനായിട്ട് ഓരോ ക്ഷേത്ര ദർശനങ്ങളിലും അനിവാര്യമാകുന്നുണ്ട്. നമ്മൾ ചെന്ന് കയറുന്നത് ഒരു സാധാരണപ്പെട്ട ഒരു മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കോ ഒന്നും തന്നെയല്ല. പ്രപഞ്ചനാഥന്റെ, ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന പ്രപഞ്ചനാഥന്റെ സന്നിധിയിലേക്കാണ് എന്ന ബോധമാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അവിടെ നമ്മൾ എന്തിനാണ് ഇത്രയധികം ആഭരണങ്ങൾ അല്ലെങ്കിൽ ഇത്രയധികം വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്രയധികം മൊബൈൽ പോലെയുള്ള സാധനങ്ങളുമായിട്ട് അണിഞ്ഞൊരുങ്ങി ചെല്ലുന്നത്? അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിലെ വെണ്മ കാണാനാണ്. അല്ലാതെ നമ്മുടെ ശരീരം, പുറമേ ഉള്ള ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നതായ വസ്ത്രങ്ങളുടെ പകട്ടോ അല്ലെങ്കിൽ ആഭരണത്തിന്റെ പകട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പോക്കറ്റിലിരിക്കുന്ന മൊബൈലിന്റെ വലിപ്പമോ ഒന്നുമല്ല അവിടെ ദൈവം കാണുന്നത്. നമ്മുടെ മനസ്സിന്റെ വെണ്മ കാണാനാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ലാതെ നമ്മുടെ പുറമേ ഉള്ള തിളക്കം അവിടെ യാതൊരു വിധത്തിലുള്ള പ്രാധാന്യത്തെയും നൽകുന്നില്ല. ശുദ്ധി വേണം, വൃത്തി വേണം, ശരിയാണ്. ശരീര പ്രദർശനം നടത്തുന്ന ഒരു സ്ഥലമോ അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ മുൻതൂക്കം നൽകുന്നതായ അല്ലെങ്കിൽ കാണിക്കേണ്ടതായ ഒരിടവോ ഒന്നുമല്ല ക്ഷേത്രം എന്നത് മനസ്സിലാക്കുക. ആത്മീയത നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മളിലെ അഹംഭാവത്തെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ വില കൂടിയ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നതിലൂടെ നമ്മുടെ അഹംഭാവത്തെ തന്നെയാണ് ചില സമയങ്ങളിൽ നമ്മൾ ഉയർത്തിക്കാട്ടുന്നത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലേണ്ടത് ഒരു ചെറിയ തരിയെ പോലെയാണ്, അതായത് മണൽത്തരിയെ പോലെയാണ്. നമ്മൾ അത്രത്തോളം നമ്മൾ ഭവ്യതയോടുകൂടി ചെല്ലേണ്ട ഒരു സ്ഥലമാണ്. വേഷം കൊണ്ടല്ല, മനസ്സുകൊണ്ട് ശുദ്ധി വരുത്തി നമ്മൾ എത്തിച്ചേരേണ്ട ഇടം, അതാകുന്നു ക്ഷേത്രം. ഇന്നത്തെ കാലത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ക്ഷേത്രങ്ങളിൽ മന്ത്രങ്ങളെക്കാൾ കൂടുതൽ കേൾക്കുന്നത് മനുഷ്യരുടെ ആരവങ്ങൾ, ഉറക്കെയുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾ, സങ്കടങ്ങൾ പരസ്പരം പറയല്, അതേപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുമ്പോഴുള്ള സ്നേഹം പങ്കുവയ്പ്, ഇതൊക്കെയാണ് ക്ഷേത്രത്തിനുള്ളിൽ. ഇതൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ സംസാരങ്ങൾ അമ്പലത്തിലെ ആ ശാന്തമായ കാര്യങ്ങളെ തകിടം മറിക്കുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ, ഏതൊരുവൻ അങ്ങനെ ചെയ്യുന്നു ആ വ്യക്തിക്ക് അത് ദോഷവും അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം പ്രവാഹം ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു മണിനാദം, ക്ഷേത്രത്തിലെ മണിനാദവും ശംഖുവിളിയും ഒക്കെ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങൾ കളയാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ വ്യഗ്രതയായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളിൽ ഈ മാലിന്യത്തെ നമുക്ക് അവിടെ കളയുവാനായിട്ട് സാധിക്കുന്നത്? അവിടെയാണ് നമ്മൾ നമ്മുടെ ഈ ശൂന്യതയെ നിശബ്ദത കൊണ്ട് നിറയ്ക്കേണ്ടതായിട്ടുള്ളത്. ചുണ്ടുകൾ അടഞ്ഞിരിക്കുമ്പോഴാണ് ഹൃദയം തുറന്നു കിടക്കുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? സംസാരിക്കേണ്ടത് ദൈവത്തോടാണ്,
അത് വാക്കുകൾ കൊണ്ടല്ല, നിശബ്ദമായ കണ്ണുനീര് കൊണ്ടാണ്. നമ്മൾ ഹൃദയം അറിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണ്? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന പ്രാർത്ഥനകളായതുകൊണ്ടാണ് ആ കണ്ണുകൾക്ക് നിറയാനായി സാധിച്ചത്. ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടിട്ടുമുണ്ടാവും. അങ്ങനെ നിങ്ങൾക്കൊരു സൂചന, കണ്ണുകൾ നിറഞ്ഞതായ ഒരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായും അത് സഫലമായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഫോണിന്റെ ഉപയോഗവും. ഇതൊരു വിരോധാഭാസമായ കാര്യം തന്നെയല്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ലോകത്തിന്റെ എല്ലാ ബഹളങ്ങളും പേറുന്ന ഈ ഒരു ചെറിയ ഉപകരണം, നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളുമായി എല്ലാം ചേർന്ന ഒരു ഉപകരണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതായ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. നമ്മളിത് ഭഗവാന്റെ നടയിൽ കൊണ്ടുചെന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഈ ബെല്ല് ശബ്ദം കേൾക്കുമ്പോൾ അതുണ്ടാകുന്നതായ ചില പ്രകമ്പനങ്ങളുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം മാറ്റങ്ങളെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട്. മാറ്റം എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ളതല്ല, നെഗറ്റീവായിട്ടുള്ളത്. ചില ആളുകളുണ്ട്, ദൈവത്തെ കാണാൻ വന്നിട്ട് ലോകകാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ദൈവത്തിന്റെ ചിത്രങ്ങൾ വരെ പകർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് തന്നെ സ്വയം ചിന്തിക്കാവുന്നതും ആണ്. അപ്പോൾ ദൈവത്തിനെ കാണാൻ ചെല്ലുന്ന ഇടത്ത് മൊബൈൽ ഫോൺ കഴിവതും ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതും വളരെ അത്യന്താപേക്ഷിതമാകുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകുന്ന തെറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ വലിയൊരു ലിസ്റ്റുമായിട്ടാണ് എന്നും ഭഗവാന്റെ മുന്നിലേക്ക് ചെല്ലുന്നത്. അതായത് എനിക്കത് വേണം, അല്ലെങ്കിൽ എൻ്റെ മകന് ജോലി വേണം, വീട് പണി പാതിയിൽ കിടക്കുകയാണ്, കടങ്ങളൊക്കെ തീർത്ത് തരണം. ഇതൊക്കെ ഭഗവാൻ അറിയില്ല എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയാണോ? അങ്ങനെയല്ല. നമ്മൾ ചോദിക്കുന്നതിലും വലിയത് നൽകാൻ കെൽപ്പുള്ള ദൈവമാണ് ആ കോവിലിനുള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടേതായ ഈ പട്ടികകളൊന്നും കൊണ്ടുചെന്ന് നിരത്തേണ്ടതായ ഒരു കാര്യവും ഇല്ല എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു, എനിക്ക് പരാതികളില്ല എന്ന് പറയാനാണ് നമ്മൾ എല്ലാം തികഞ്ഞൊരു ഭക്തനാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു കീഴടങ്ങൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അതൊരു പ്രാർത്ഥനയല്ല, നമ്മളൊരു യാചനയാണ് അവിടെ നടത്തുന്നത്. എല്ലാം ഭഗവാൻ അറിയാം, ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ആവശ്യങ്ങൾ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ആ ഒറ്റ പ്രാർത്ഥന തന്നെ മതിയാകും ഏത് കാര്യവും കണ്ടറിഞ്ഞ് ഭഗവാൻ നമുക്ക് നടത്തി തരുന്നതിന്. ഇനി ഇതൊന്നും കൂടാതെ വേറൊരു കാര്യമുണ്ട്. അതായത് പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആ ഒരു അലക്ഷ്യമായ നടത്തം ഉണ്ടല്ലോ, ഇതൊരു ഓട്ടപ്രദക്ഷിണമായിട്ടാണ് വന്നു ചേരുന്നത്. അങ്ങനെയല്ല സത്യത്തിൽ വേണ്ടത്. ഓരോ ചുവടും ശ്രദ്ധിച്ചു വേണം വെക്കാനായിട്ട്. ഭഗവാനെയാണ് നമ്മൾ വലം വെക്കുന്നത്. അത് ഭഗവാനെ വലം വെക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ തന്നെയാണ് നമ്മൾ വലം വെക്കുന്നത് എന്ന ബോധമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടത്. അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ട് ആരെങ്കിലും തള്ളിയിട്ടാലോ എന്ന് പേടിച്ചു ഓടുന്നതുപോലെ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന രീതിയിലുള്ള ഓടിക്കൊണ്ടുള്ള ആ ഒരു പ്രദക്ഷിണം, അത് ഭക്തിയല്ല, അതിന്റെ ഒറ്റ വാക്കിനൊരു പ്രഹസനം എന്ന് തന്നെയാണ് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി പ്രദക്ഷിണം വെക്കുമ്പോൾ വളരെ സാവധാനം നടക്കുക. ആ നടപ്പിൽ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമായി മാറുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം അതിനെ ഔഷധമായിട്ട് കണ്ട് സേവിക്കണം എന്നാണ് പറയുന്നത്. അത് അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കുന്നത്, അത് സേവിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, ഇതൊക്കെയും ദോഷത്തെ ആയിരിക്കും നിങ്ങൾ സ്വയമേവ നിങ്ങളിലേക്ക് വലിച്ചു വെക്കുന്നത് എന്നതും മനസ്സിലാക്കേണ്ടതാകുന്നു. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിന്റെ നട ഇറങ്ങി, പ്രാർത്ഥനയെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തീരുന്നതാവരുത് ഭക്തി എന്ന് പറയുന്നത്. ചില ആളുകളുണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭക്തിയോട് നിൽക്കും, അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തിയൊക്കെ അവിടെ തീർന്നു എന്നൊരു മട്ടുള്ളവരുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തിറങ്ങി ഉടനെ തന്നെ നമ്മളുടെ സാധാരണ എല്ലാവിധ അസൂയയും കുശുമ്പും അല്ലെ ദേഷ്യവും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിട്ട് മാറുകയല്ല വേണ്ടേ. അവിടെ നിന്ന് കിട്ടിയ, അതായത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ആ ശാന്തത, ആ സ്നേഹം, ആ കരുണ, ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ച് അതിനെ വീട്ടിൽ എത്തിക്കാനും തുടർന്നും മനസ്സിനെ ശാന്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ക്ഷേത്ര ദർശനം വഴി നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ ക്ഷേത്ര ദർശനം നടത്തിയതിന്റെ ഫലം പൂർണ്ണമായി കിട്ടുകയുള്ളൂ. ക്ഷേത്രം എന്നത് അത് നമ്മൾ ചിന്തിക്കുന്നത് വെറും കല്ലുകൊണ്ടുള്ള ഒരു പ്രതിഷ്ഠ എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിലെ ദൈവത്തെ തട്ടി ഉണർത്തുന്ന ഒരു ചലനമാകണം ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നിങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരട്ടെ. അഹംഭാവം അഴിച്ചു വെക്കുക, മൗനം പാലിക്കുക, നിങ്ങളെ തന്നെ പൂർണ്ണമായി ആ ക്ഷേത്രത്തിൽ, ആ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവം അമ്പലത്തിന്റെ ഉള്ളിലല്ല, നമ്മുടെ ഉള്ളിൽ, നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ നിശബ്ദരായിട്ട് തന്നെ ഇരിക്കുന്ന ചൈതന്യമാണ് ദൈവം എന്നത്. അപ്പോൾ ഈ ഒരു വലിയ സത്യത്തിലേക്ക്, ആ ഒരു നിശബ്ദതയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അതുവഴി സഫലമാകുന്നതിനും സാധ്യമാകുന്നതാണ്.